എടടേ എന്താ എന്താ ഇവൻ എന്തോന്ന് ഇത് 10 കിലോ പെട്ടി വെച്ച് തിരിഞ്ഞു കളിക്കുന്നത്? തട്ടി തോളി കേട്ടടാ, കേട്ടടേ, തട്ടി തോളി കേട്ടടാ. ഇങ്ങോട്ട് പറയേ, ഇതൊക്കെ ഒരു നേക്കാ. ഇത്രേ ഉള്ളൂ, ഈസി അല്ലേ? തൊഴിലെന്താണെന്ന് ഇപ്പഴാ അറിയിക്കണ. എന്തൊരു രണ്ടും കൂടെ കിന്നാരെ പറയുന്നത്? മുതലാളിയുടെ ഒരു കാര്യം കണ്ട തൊഴിലാളിയാണെന്ന് ആരും പറയൂ. എടേ, അറിഞ്ഞുകൂടാത്ത വേലകൾ പറഞ്ഞു കൊടുക്കണേന് ഒരു തെറ്റുമില്ല. അത് ശരിയാ. നീ എന്തൊന്ന് തലയിൽ ലോഡും കെറ്റി മിഴുങ്ങാൻ നിൽക്കുന്നത്? അകത്തോണ്ട് പോയി തട്ട്. അയ്യോ, അവ എന്നെ തട്ടി കൊണ്ട് അകത്തു വയ്യടേ. ചുമട് അകത്തുകൊണ്ട് തട്ടാ ഇപ്പൊ പറഞ്ഞു. ഈ ഭാഷകൾ എങ്ങനെ പഠിച്ച്? ഇവന്മാരോട് സംസാരിക്കാൻ വേണ്ടി മുതലാളി ട്യൂഷൻ എടുത്ത് പഠിച്ചതാ. തന്നെ അധികം വെളിച്ചിലെടുത്താണ്ടല്ലോ ആ കോട്ടും സൂട്ടൂരി ഞാൻ അങ്ങോട്ട് പോവും. പിന്നെ നിന്റെ മുമ്പിൽ ഇരിക്കണ കോന്തന്റെ മകളെ കെട്ടണ എനിക്കൊന്ന് കാണണം. हम तुम के कमरे में बंद हो, राजा का रानी से प्यार हो गया. അവന്റെ ഒടുക്കത്തിൽ ഹിന്ദി പാട്ട്. ഫോൺ വെക്കട മൈച്ചാനെ. अच्छा अच्छा, मनीषा कोड़ियाला से पकड़ो. ഓഫി ഓഫി. നമ്മുടെ സീരിയലിൽ ആദ്യത്തെ എപ്പിസോഡിൽ മനീഷ കൊടിയാളയ്ക്ക് ഡേറ്റ് ഇല്ല. നമുക്ക് ജൂഹി ചൗളയെ ബുക്ക് ചെയ്യാം സർ. അയ്യേ, ചാള വേണ്ട, അയ്യം നമുക്ക് നെമ്മി വാങ്ങിക്കാം. നെമ്മി അച്ഛാ അച്ഛാ അച്ഛാ. അല്ല, സാക്ഷാൽ മഹാലക്ഷ്മി. എന്തിനാ ഡാഡി വിളിച്ച? പ്യാടിച്ചു വായ. മോൻ കഴിയിട്ട് പാടി. മാടപ്രാവിനെ പോലെ കുണുങ്ങി പോണത് കണ്ടാടിയേ. പകർച്ചവ്യാധിയാണോ? അയ്യോ അല്ല, മുഖത്തിനൊരു പോർവരവ് കിട്ടാൻ വേണ്ടി പെരട്ടണ കുഴമ്പ്. എന്തിനാ എന്റെ പേര്? നിനക്ക് പറഞ്ഞൂടെ? പിന്നെ എന്തൊരു പുല്ലിരുന്ന് ഈ സൗന്ദര്യക്കടയിൽ കയറി ഇറങ്ങണം. അതുപോലെ മോള് കണ്ണി കണ്ട മാസികളൊക്കെ വായിച്ച് അവൾ എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പെരട്ടും. വെള്ളരിക്കണ്ട അവള് വിടൂല്ല. വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും, കാരറ്റ് എടുത്ത് ചുരണ്ടും, റവ എടുത്ത് തലയെ തേക്കും, കുളിക്കണത് പയറുപൊടി തേച്ച്, മോൻ കഴിവണത് ആട്ടും പാലില്. ഓ, ചെലവോട് ചെലവ്. എന്തൊരു കഷ്ടം. ഞാൻ ഒരു പണക്കാരനല്ലായിരുന്നു, ഇപ്പൊ പിച്ചക്കാരനായനെ. പെണ്ണുങ്ങളോട് അധികം ഇടപെടുകി ശീലമില്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് കുട്ടിയോട് അങ്ങനെ പെരുമാറേണ്ടി വന്നത്. എന്റെ 16ാമത്തെ വയസ്സിൽ ഈ തലയിൽ ഭാരം കയറ്റി തുടങ്ങിയതാ. ഭാരോ? അതെ, കോടികളുടെ ഭാരം. ഈ ബിസിനസ്, കാശ്, കണക്ക് മടുത്തു. നിലം തൊടാത്ത യാത്രകൾ. അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിയൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്ചു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര രാജ്യങ്ങൾ. സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കോടികൾ മാത്രം സമ്പാദിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന അച്ഛൻ, ക്ലബും സൗന്ദര്യ മത്സരങ്ങളുമായി കറങ്ങി നടക്കുന്ന അമ്മ, സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച ഒരു പെങ്ങൾ. ഇതിനിടയിൽ എനിക്ക് എവിടുന്ന് സ്നേഹം കിട്ടാൻ? അയ്യോ പാവം. അച്ഛാ, അമ്മേ, ഈ വീട്ടിൽ വന്നപ്പോഴാണ് സ്നേഹമുള്ള, സംസ്കാരമുള്ള ഒരു കുടുംബത്തെ ഞാൻ കണ്ടത്. അച്ഛൻ എനിക്ക് വേണ്ടി 50 കോടി രൂപയുടെ സ്വത്തുള്ള പെണ്ണിനെ ആലോചിച്ച് വെച്ചിരിക്കുക. എനിക്കെന്തിനാ കോടികൾ? പറയൂ, ഈ സ്നേഹത്തിന്റെ മുന്നിൽ കോടികൾക്ക് എന്താണ് വില? ദാറ്റ് ഈസ് നത്തിങ് ഓഫ് ദി. കുട്ടി, വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ് ഞാൻ. ഇല്ലേ, നിങ്ങൾ പരിചയക്കാരാണല്ലേ, ഫ്രണ്ട്സ്? അതിരിക്കട്ടെ, ഈ വെള്ളം പയ്യാത് ഈ വീട്ടിൽ അതിഥിയായിട്ട് താമസിക്കുന്ന ആളാ. അയ്യോ, നിങ്ങളും എങ്ങനെ പരിചയം? വിമാനത്തിൽ വെച്ചുള്ള പരിചയം. ബിസിനസ് യാത്രകൾ. മാസത്തിൽ 28 ദിവസവും വിമാനത്തിലാണല്ലോ. എന്തൊരു കണ്ണൻ, എന്തൊരു ബിസിനസ്? ഞങ്ങൾ ബിസിനസ്സുകാരത്ത് ബിസിനസ് എന്താന്ന് ചോദിക്കരുത്. 100 കൂട്ടം ബിസിനസ് അല്ലയോ. പരിചയപ്പെട്ട ഈ സന്തോഷം. നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. വരി. ഓ, അതിനെന്താ? ഞങ്ങളെ ഈ വീടുകൾ തമ്മിലേ ബന്ധമുള്ളൂ. പക്ഷെ വീട്ടുകാർ തമ്മിൽ നല്ല ശത്രുതയല്ല. ലാവന്റെ കുറെ കാര്യങ്ങളെ ഞാൻ പറഞ്ഞുതരാം. എടേ കണ്ണാ, മോനെ നീ എങ്ങോട്ട് പോണത്? അവിടെ മാന്യന്മാർക്ക് കേറാൻ പറ്റിയ വീടല്ലടേ. നീ മാന്യനല്ലാത്തോണ്ടല്ലേ എന്റെ അതിര് കിടന്ന് ഇപ്പുറത്തോട്ട് വന്ന. അപ്പുറത്ത് പോണേ. ഇതെന്താ ഇന്ത്യയും പാകിസ്ഥാനും പോലെ അതിർത്തി വരെയൊക്കെ? ലവനെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ തന്നെ വന്നത്, അല്ലാതെ നിന്റെ പെമ്പറിനോരെ കൂടെ പൊറുക്കാനല്ലടേ. അനാവശ്യം പറഞ്ഞ നിന്റെ പറങ്ങാണ്ടി മോന്ത അടിച്ച് പൊളിച്ചളെ. അറിയാം നിനക്ക്? ഓ, നീ മൊത്തമായി അച്ചി എന്നെ പറ്റി പറഞ്ഞു എന്നെ ചോദിക്കൂലേ? നല്ല പുള്ളിയുടെ വർത്താനം വായിന്ന് കേൾക്കണ്ടെങ്കിൽ വീടിച്ചോണ്ട് പോരുന്നില്ല. തള്ള അണ്ടി കമ്പനി അണ്ടി പൊളിക്കാൻ വന്ന നിനക്ക് അത്തരം വർത്താനം വരുവടി. എടി മുറ്റ അടിക്കാൻ വന്ന നീ അടിച്ചി മഴപ്പെട്ടി മാറ്റാനെ കൊണ്ടല്ലേ വിളിച്ചത് പോടേ എന്റെ പമ്പക്കാരെ. നീ ആണാണെങ്കിൽ നിന്റെ പെമ്പറ രാജ്യം കൊണ്ടുപോകണേ. ആണായതുകൊണ്ടാണ് ഇതുപോലെ ഒരു പൈങ്കിളി കൊച്ചടിക്കൊണ്ടായത്. അയൽപക്കത്ത് നല്ല ആണുങ്ങളുണ്ടെങ്കിലും പൈങ്കിലും ഉണ്ടാവും. അങ്ങനെ ഉണ്ടായതാണ് നിന്റെ മോള്. ഇത്തരം നേറിയ ചെറ്റ വർത്താനം ചന്ത പോലും ഞാൻ കേട്ടിട്ടില്ല. ഇതിനേക്ക് അപേക്ഷിച്ച് കൂലീസ് എന്ത് ഡീസന്റ് ഇല്ലേ? പിന്നല്ലാതെ. എവിടുന്ന് കിട്ടിയടേ യവന്? ഊരും പേരും അറിയാത്ത യവനെ മോളുടെ കൂടെ പൊറുപ്പിച്ചില്ലേ? ആര് പറഞ്ഞാ അവന് ഊരും പേരും ഇല്ലെന്ന്? നിനക്കൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കോടീശ്വരനാണ് ഇവൻ. അറിയാം? അതിനേക്കാൾ വലിയ കോടീശ്വരനാണ് യവൻ. പറ്റവന്. നീ പോടാ മറച്ചവന്. ഇവൻ ആരാണെന്ന് നിനക്കറിയാം? ഇവനാണ്